വി.ഡി. സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ തിങ്കളാഴ്ചയാണ്. അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോഴിതാ പ്രമുഖർ തന്നെ എത്തും സത്യപ്രതിജ്ഞ ചടങ്ങിലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രി വിജയെ ചീഫ് സെക്രട്ടറി എ ജയതിലക് കത്തയച്ച് ഔദ്യോഗികമായി ക്ഷണിച്ചിരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി, ഹിമാചൽ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖു തുടങ്ങിയവർക്കും ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ വിശാലമായ പന്തൽ ഒരുങ്ങുന്നു. റഹീസ് റഷീദാണ് ചേരുന്നത്. റഹീസ്, അങ്ങനെയെങ്കിൽ കളറാകും. വിജയ് ഇപ്പോൾ അടുത്താണ് സത്യപ്രതിജ്ഞ ചെയ്തത് തമിഴ്നാട് മുഖ്യമന്ത്രിയായി. അങ്ങനെ പുതുമുഖമായി മുഖ്യമന്ത്രിയായി എത്തിയ വിജയ് പുതുമുഖമായ വി.ഡി. സതീശൻ മുഖ്യമന്ത്രിക്കായി എത്തുമ്പോൾ വന്നാൽ അതൊരു കൗതുക കാഴ്ചയായിരിക്കും. കാരണം പിണറായി വിജയനും എം.കെ. സ്റ്റാലിനും തമ്മിലൊരു ബന്ധം എല്ലാ കാലത്തും ചർച്ചയായതാണ്. പുതിയൊരു ബന്ധത്തിന് നാന്ദി കുറിക്കാം. രേവന്ത് റെഡ്ഡി എന്തായാലും എത്തുമെന്ന് ഉറപ്പാണ്. അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ആളാണ്. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, നേതാക്കന്മാരൊക്കെ എത്തും അല്ലേ റഹീസ്? വിനീത, വലിയ ആഘോഷമായി സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്താനാണ് KPCCയുടെ ആലോചന. അതനുസരിച്ച് ഇന്ന് 11 മണിക്ക് പൊതുഭരണ വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ആളുകളുടെ ഒരു യോഗം ചീഫ് സെക്രട്ടറി വിളിച്ചിരുന്നു. ആ യോഗത്തിലാണ് പ്രധാനപ്പെട്ട ആളുകളെ ആരെയൊക്കെ വിളിക്കണമെന്ന് അതിനു മുമ്പ് തന്നെ വി.ഡി. സതീശനെ നേരിട്ട് കണ്ട് ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥ സംഘം ആരാഞ്ഞിരുന്നു. സാധാരണഗതിയിൽ AICCയും മുഖ്യമന്ത്രിയുടെ ഓഫീസും നേരിട്ട് ക്ഷണിക്കുന്നതാണ് രീതി. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പദവിയിൽ ഇരിക്കുന്നത് കൊണ്ട് ഔദ്യോഗികമായി അവരെ ക്ഷണിക്കുക എന്നത് നടപടിക്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ്ക്ക് 21 നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കത്ത് അയച്ചിരിക്കുന്നത്. ഒപ്പം കോൺഗ്രസ് ഭരിക്കുന്ന 3 സംസ്ഥാനങ്ങൾ, കർണാടക മുഖ്യമന്ത്രി കെ സിദ്ധരാമയ്യയ്ക്കും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിനും ക്ഷണമുണ്ട്. തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് ക്ഷണമുണ്ട്. ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖ്വീന്ദർ സിംഗ് സുഖുവിനും ക്ഷണമുണ്ട്. ഇവരെ AICC നേതൃത്വം ക്ഷണിക്കും. അതിനൊപ്പമാണ് ഔദ്യോഗികമായ ക്ഷണമുള്ളത്. ഒപ്പം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഒരു വലിയ പന്തലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 50,000-ലധികം ആളുകൾ സത്യപ്രതിജ്ഞാ ചടങ്ങ് വീക്ഷിക്കാൻ എത്തും എന്നാണ് രാവിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പൊതുഭരണ വകുപ്പിനെ അറിയിച്ചിരിക്കുന്നത്. എങ്കിൽ പോലും 12,000 പേർക്ക് പന്തലിനകത്തിരുന്ന് സത്യപ്രതിജ്ഞ കാണാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്. അതായത് 12,000 പേർ പന്തലിന് അകത്തിരുന്ന് സത്യപ്രതിജ്ഞ കാണാം. ബാക്കി വരുന്ന 50,000-ന് മുകളിൽ വരുന്ന ആളുകൾക്ക് പന്തലിനപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായി സ്ക്രീനുകൾ വെച്ച് സത്യപ്രതിജ്ഞ കാണാനുള്ള ഒരു സൗകര്യങ്ങളാണ് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിനീത, ശരി, കളറാക്കും സത്യപ്രതിജ്ഞാ ചടങ്ങ് എന്ന കാര്യത്തിൽ തർക്കമില്ല. റഹീസ് റഷീദ് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും ചെന്നിത്തല മന്ത്രിസഭയിലേക്ക് എത്തുമെന്ന് ഉറപ്പായിരിക്കുന്നു. ഓരോരോ നേതാക്കളായി